الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتاه اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ ഉടനീളം വിധേയപ്പെടുത്തിയും തഖ്വയുടെ അടിത്തറയിൽ ജീവിതത്തെ അവസാന നിമിഷം വരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ആ മാർഗത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് സബർ കൊണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാകാനും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാനും കരുണാവാരിധിയായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുതുബകളിൽ നമ്മളൊക്കെ നിരന്തരമായി പടച്ചവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ അല്ലാഹുവിന്റെ മാർഗത്തിൽ അഥവാ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹ് വച്ച നിബന്ധനകളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തിട്ടുണ്ടായത്. സൂറത്തുൽ അൻആമിലെ 2 ആയത്തുകളിലായി 5ഉം 4ഉം 9 കാര്യങ്ങൾ സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. ആ 3 ആയത്തുകളും
അവസാനിക്കുന്നത് ദാലിക്കും വസാഖും ബിഹി, ഇത് അല്ലാഹു നിങ്ങളോട് ചെയ്യുന്ന വസിയത്താണ്, പടച്ചവന്റെ വസിയത്താണ്, അല്ലാഹുവിന്റെ നിയമങ്ങളാണ്. അതിന്റെ ഗൗരവത്തിൽ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ആ 5, 4, 9 കാര്യങ്ങളെ സൂക്ഷ്മതയോടുകൂടി പിന്തുടരുന്നവരാകണം. അത് പറഞ്ഞിട്ടാണ് അല്ലാഹു അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എൻ്റെ നേരായ മാർഗം, ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ ആ വഴിയാണ്, ഈ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് അല്ലാഹു പറയുന്നു. തഖ്വയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ഇതാണ് ഉചിതമായ മാർഗം എന്ന് ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നുണ്ട്. ദാലികും വസാഖും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഉപദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ, ഈ നിയമങ്ങൾ, പടച്ചവന്റെ ഈ വസിയത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ 9 കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലോകവും കാലവും എത്ര മാറിയാലും മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും മാറാത്ത 9 കാര്യങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്നത്. ലോകം ഇന്നുവരെയും വിലമതിക്കുന്ന, അതല്ലെങ്കിൽ പവിത്രമായി കരുതി പോകുന്ന 9 കാര്യങ്ങളെ സംബന്ധിച്ചാണ് പടച്ച റബ്ബ് നമ്മളെ ഉപദേശിക്കുന്നത്. ആ അടിസ്ഥാന നിർദ്ദേശങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എവിടെയാണോ നമുക്ക് എത്തിച്ചേരാനുള്ളത്, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ജീവിതം കൊണ്ട് എവിടെയാണോ എത്തിച്ചേരാനുള്ളത് അവിടെ എത്തിച്ചേരാൻ അത് നമ്മെ സഹായിക്കും. അതല്ല, ഈ മാർഗത്തിൽ നിന്ന്, പടച്ചവൻ പറയുന്ന ഈ മാർഗത്തിൽ നിന്ന് വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, ഈ മാർഗം വിട്ട് മറ്റു വല്ല വഴിയുമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ അല്ലാഹു പറയുന്നത് അത് എന്റെ വഴിയിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയും, നിങ്ങൾ ശിഥിലമായി പോകും എന്നാണ്. അപ്പോൾ ഈ വഴിയിൽ നിന്നും നമ്മൾ വ്യതിചരിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചേരാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ വഴിയാണ്, പടച്ചവന്റെ നേരായ മാർഗമാണ്, അംബിയ മുർസലുകൾ പിന്തുടർന്ന വഴിയാണ്. ഈ വഴി നമുക്ക് വന്നു കിട്ടിയത് ആ അംബിയ മുർസലുകളിലൂടെയാണ്. അതിന്റെ രത്ന ചുരുക്കമാണ്, അവർ സഞ്ചരിച്ച വഴിയുടെ രത്ന ചുരുക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ഈ വഴിയിൽ തന്നെയാണോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹു പറഞ്ഞ, പടച്ചവന്റെ വസിയ്യത്തായി അല്ലാഹു നമ്മളോട് എണ്ണി പറഞ്ഞ ആ 9 കാര്യങ്ങളും വളരെ ജാഗ്രതയോടുകൂടി പിന്തുടരുന്നവരുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? എവിടെയെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ? വ്യതിചലനങ്ങൾ വല്ലയിടത്തും വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മെക്കുറിച്ച് നിരന്തരമായി പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ വഴികേടിലാക്കിയിട്ടില്ല. പടച്ച റബ്ബ് നമ്മളെ ഒരിക്കലും വഴികേടിലാക്കിയിട്ടില്ല. വഴിയറിയാതെ നമ്മെ അലസമായി വിട്ടിട്ടുമില്ല റബ്ബ്. ഇന്ന അലൈനാ ലൽ ഹുദാ, വഴി കാണിച്ചു തരിക എന്ന ആ ഒരു ബാധ്യത അല്ലാഹു തന്നെ ഏറ്റെടുക്കുകയും അവനത് വളരെ കൃത്യമായി, വളരെ ഭംഗിയായി, മനോഹരമായി അല്ലാഹു അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ആ വഴിയിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ തടയുകയുമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബലപ്രയോഗത്തിലൂടെ അല്ലാഹു നമ്മളെ തടയുകയില്ല എന്ന് കൂടി നമ്മൾ അറിയണം. പക്ഷെ അത് എത്തിച്ചേരുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരിക്കലും തൃപ്തികരമാവുകയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ 2 ആയത്തുകളിലൂടെ അല്ലാഹു എണ്ണി പറഞ്ഞ 9 കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ, ഒരാവർത്തി നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതം കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളെ അതിൽ കാണാൻ നമുക്ക് സാധിക്കും. കേവലം ആരാധനാ ജീവിതവുമായി ബന്ധപ്പെട്ട വസിയത്തുകൾ മാത്രമല്ല അതിലുള്ളത്, മറിച്ച് അതുപോലെ തന്നെ പടച്ചവനോടുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല അതിൽ പറയുന്നത്, പടപ്പുകളോടുള്ള കടപ്പാടുകളെ കുറിച്ചും വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഉണർത്തലുകൾ ആ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മനുഷ്യന്റെ ജീവന്റെ വിലയുമായി ബന്ധപ്പെട്ടും അനാഥരുടെ അവകാശങ്ങളെ കുറിച്ചും അരുതായ്മകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സന്താന ഹത്യയെ കുറിച്ചും മനുഷ്യൻ അവന്റെ ഉപജീവന മാർഗമായി ഏറെ
ആളുകൾ സ്വീകരിച്ചു പോരുന്ന കച്ചവടത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയെ സംബന്ധിച്ചും, അഥവാ അളവ് തൂക്കങ്ങളിൽ പാലിക്കേണ്ട കൃത്യതയും വ്യക്തതയും സംബന്ധിച്ചുമൊക്കെ, അതുപോലെ തന്നെ സത്യവിശ്വാസി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ നിലകൊള്ളേണ്ട നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെ സംബന്ധിച്ച്, അവസാനമായി അള്ളാഹുവുമായുള്ള കരാർ പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ 2 ആയത്തുകളിൽ പറഞ്ഞ 5ഉം 4ഉം 9 കാര്യങ്ങൾ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ മേഖലകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് സിറാത്തുൽ മുസ്തഖീമിൽ ചരിക്കാനുള്ള വഴി, അല്ലെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ചവന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് കേവലം പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ, അതല്ലെങ്കിൽ റമദാൻ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ സക്കാത്ത് അതിന്റെ ഏറ്റക്കുറവുകളോടുകൂടി നിർവഹിക്കുന്ന അതിന്റെ നിസാബിലും ഹിസാബിലും, ഹജ്ജ് അതിന്റെ ഭാഗ്യമായ രൂപത്തിലാണെങ്കിൽ നിർവഹിക്കുന്നിടത്ത് ഇങ്ങനെ ആരാധനാ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല. കാരണം ആരാധനകളിൽ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ, അവിടെ ജീവിതം തീരുകയല്ലല്ലോ ചെയ്യുന്നത്. പള്ളിയിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാൽ ജീവിതം ആരംഭിക്കുകയല്ലേ ചെയ്യുന്നത്. സുബഹിക്ക് ശേഷം ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കുകയാണല്ലോ ചെയ്യുന്നത്. കച്ചവട മേഖലകളിലായാലും, ഓഫീസുകളിലായാലും, വിദ്യാലയങ്ങളിലായാലും, സാമ്പത്തിക ബന്ധങ്ങളിലായാലും, അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്, ഞാൻ പാലിക്കേണ്ട എന്തെല്ലാം നിയമങ്ങളാണ് റബ്ബ് അതിലൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്, എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് വെച്ച നിബന്ധനകളും നിയന്ത്രണങ്ങളും വിധിവിലക്കുകളും എന്തൊക്കെയാണ് എന്ന് അറിയാതെ ആവാൻ പാടില്ല നമ്മൾ ആ ജീവിത മേഖലകളിലൂടെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും പടച്ചവനോട് നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വഴി തെരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, അതിനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടെങ്കിൽ, എന്താണോ ഈ ജീവിതം വഴി നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പടച്ചവന്റെ നിയമങ്ങളിൽ നിന്നും നമ്മളെ തെറ്റിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലക്ക് പുതിയ പുതിയ നിയമങ്ങൾ നിർമ്മിച്ച് അത് മനുഷ്യ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച്, അങ്ങനെ മനുഷ്യരെ അടിച്ചമർത്തി ഭരിക്കുന്ന ഭരണകൂടങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്, പടച്ചവനെ അവർ അടിച്ചേൽപ്പിക്കുന്ന, അതുവഴി നിന്റെ കോപത്തിനിരയാവുന്നവരുടെ വഴിയെ അല്ല ഞങ്ങൾക്ക് പോകേണ്ടത്, മറിച്ച് പടച്ചവനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ സിറാത്തുൽ മുസ്തഖീം, അത് മതി ഞങ്ങൾക്ക് എന്നാണ്. അതെത്ര ദുർഘടമായ പാതയായാലും, ആ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഏതേത് രീതിയിലുള്ള പ്രലോഭനങ്ങൾക്ക് ഞങ്ങൾ വശംവദരാകേണ്ടി വന്നാലും, അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നിടത്താണ് ഞങ്ങളുടെ സ്വർഗ്ഗ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ വഴി തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ മുന്നിൽ പല വിലക്കുകളും പല വിലങ്ങുകളും പല പ്രതിബന്ധങ്ങളും ഭരണകൂടങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടാക്കിയാൽ പോലും അതൊന്നും അംഗീകരിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. അതിന്റെ പേരിൽ തടവറകളാണ് ഞങ്ങൾക്ക് വിധിക്കുന്നതെങ്കിൽ ആ തടവറകൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ജീവിച്ചു തീരുന്നതല്ല, മറിച്ച് ആഖിറത്തിലേക്ക് കൂടി നീങ്ങുന്നതാണ്. ദുനിയാവിൽ കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞവരും മനസ്സിലാക്കുന്നവരും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചവരുമാണ് ഞങ്ങൾ. പ്രിയമുള്ളവരെ, ആ രീതിയിൽ ഈ വഴി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ 9 കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവിതം കടന്നു പോകുന്ന വൈവിധ്യങ്ങളായ മേഖലകളിൽ പാലിക്കുകയും പുലർത്തുകയും പിന്തുടരുകയും ചെയ്യേണ്ട 9 കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആവർത്തിച്ച് പഠിക്കുകയും അത് നമ്മുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം അതൊക്കെ പാലിക്കുന്നതോടൊപ്പം നമ്മൾ അറിയണം, ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് പടച്ചവന്റെ ഔദാര്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാനുള്ള അവസരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന വലിയ ഒരു ഔദാര്യം കൂടിയാണ്. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിയാറുകളെ അവന്റെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു അവന്റെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നു. പിശാച് വിളിക്കുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ്, നാശത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്, പടച്ചവൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിന്റെ ഭൂമിയിലെ സമാധാന വീട്ടിലേക്കാണ്, അഥവാ പടച്ചവന്റെ സ്വർഗ്ഗത്തിലേക്കാണ്. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം.
പടച്ചവനെ ഉദ്ദേശിക്കുന്നവരെ അവന്റെ നേരായ മാർഗത്തിലൂടെ, അവന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ അവൻ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അംബിയ മുർസലുകൾ ആ കാഫിലയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ കാഫിലയിൽ കണ്ണി ചേർന്ന നമ്മുടെ മുൻഗാമികളാണ്. പരിശുദ്ധ ഖുർആൻ ഞാൻ 181 182 ആയത്തുകൾ സിറാത്തുൽ മുസ്തഖീമിന് അല്ലാഹു വെച്ച നിബന്ധനകൾ വിശദീകരിക്കുന്ന 9 കാര്യങ്ങൾ പറയുന്ന ഈ 2 ആയത്തുകൾ ഇതേ സൂറത്തുൽ അൻആമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രവാചകന്മാരെ, ഏകദേശം 18ഓളം പ്രവാചകന്മാരെ പേരെടുത്ത് പറയുന്നുണ്ട് അല്ലാഹു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ്, നൂഹ്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ, സക്കരിയ, യഹ്യ, ലൂത്ത്, അൽ-അസ്, ഇങ്ങനെ 18ഓളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുൽ അൻആമിൽ പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൽ മുസ്തഖീം. പടച്ച റബ്ബ് അവന്റെ ദൗത്യത്തിന് വേണ്ടി അവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ്. വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൽ മുസ്തഖീം. നാഥൻ അവരെ നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീം ആ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പടച്ചവന്റെ ഭാഗത്ത് ലഭിച്ച ഔദാര്യമായി പറയുകയാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നത് ഉലൈകല്ലദീന ഹദല്ലാഹ്, ഉലൈകല്ലദീന ഹദല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ നേർമാർഗത്തിലൂടെ മുന്നോട്ട് പോയവർ. ഫബിഹുദാഹു മുഖ്തദി, അതുകൊണ്ട് പ്രവാചകരെ താങ്കളും ആ മാർഗത്തിലൂടെ തന്നെ, ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, നമ്മൾ ആവർത്തിച്ചു പറയുന്നു, ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തദക്കറൂൻ, ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ചിന്തിച്ച് കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ, പടച്ചവനോടുള്ള ഭയഭക്തി പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ വസിയത്താണ്, പടച്ചവൻ നൽകിയ നിയമങ്ങളാണ്. ഇതല്ലാത്തതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുക. സന്താനങ്ങളെ വധിക്കുന്നതായാലും അഥവാ ഭ്രൂണഹത്യയായാലും അതല്ലെങ്കിൽ വൃത്തികേടുകളോടുള്ള, മ്ലേച്ഛവൃത്തികളോടുള്ള, അരുതായ്മകളോടും അശ്ലീലതകളോടും ആഭാസത്തരങ്ങളോടുമുള്ള സമീപനത്തിന്റെ കാര്യത്തിലായാലും മനുഷ്യ ജീവനുകൾ അന്യായമായി അപഹരിക്കുന്ന വിഷയത്തിലായാലും മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങൾ, അല്ലെ, ഒരു ജാഹിലിയ സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് മനുഷ്യന്റെ മേൽ നിയമം നിർമ്മിച്ചു കൂട്ടുന്ന, അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ, പ്രിയമുള്ളവരെ, അതൊരിക്കലും സമൂഹത്തിന് ഗുണകരമാവുകയില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മ്ലേച്ഛവൃത്തികൾ, അത് വ്യഭിചാരമായാലും മദ്യപാനമായാലും മറ്റേത് അശ്ലീലതകളായാലും അതുപോലെ തന്നെ എന്ത് തോന്നിവാസങ്ങളായാലും അതൊക്കെ സർക്കാരുകളുടെ, ഭരണകൂടങ്ങളുടെ അറിവോടും അനുവാദത്തോടും കൂടിയായാലും അതിനൊക്കെ നിയമ സംവിധാനങ്ങൾ എന്തൊക്കെ ഒത്താശ ചെയ്താലും അതൊന്നും മനുഷ്യ സമൂഹത്തിന് ആത്യന്തികമായി ഗുണകരമല്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ സമൂഹത്തിന്റെ, വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ നാശത്തിലേക്ക് മാത്രമേ അതൊക്കെ മനുഷ്യനെ എത്തിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസിയത്തുകൾ അവസാനിപ്പിക്കുന്നത്. 9ാമതായി അല്ലാഹു പറഞ്ഞതാണ് പടച്ചവനോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. അള്ളാഹുവിനോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. മനുഷ്യ സമൂഹം മൊത്തം പടച്ചവനുമായി ഏർപ്പെട്ട കരാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യരാശിയുമായി അള്ളാഹു ഏർപ്പെട്ട കരാർ, അല്ലെ, മൊത്തം മനുഷ്യ സമൂഹവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറിൽ ഏർപ്പെട്ടതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആയത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുകയുണ്ടായി. വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും അശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹീദനാ. ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യരുടെ ആത്മാവുകളുമായി അള്ളാഹു നടത്തിയ ഒരു കരാറിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. മുഴുവൻ മനുഷ്യരും ആ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. അഥവാ ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, അലസ്തു ബി റബ്ബിക്കും എന്ന് ഓരോ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഓരോ മനുഷ്യന്റെ ആത്മാവുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച് അവരിൽ നിന്നും വഅശ്ഹദഹും അലാ അൻഫുസിഹിം, സ്വന്തത്തെ തന്നെ അതിന് സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. ഖാലൂ ബലാ ഷഹീദനാ, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്, ഞങ്ങൾ അതിന് സാക്ഷിയാണ്. ഈ കരാറിനെ കുറിച്ച് പടച്ചവനുമായി മനുഷ്യരുടെ ആത്മാവുകൾ ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവരായിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനുഷ്യൻ മറന്നു പോകുമ്പോ, അല്ലെങ്കിൽ ബോധപൂർവ്വം അല്ലാതെ വിസ്മൃതികൾ സംഭവിക്കുമ്പോ ആ കരാറിനെ കുറിച്ച് മനുഷ്യനെ ബോധവൽക്കരിക്കാൻ നീ ഇവിടെ സ്വതന്ത്രമായി ജീവിച്ചു മരിക്കേണ്ടവനല്ല. തന്നിഷ്ടപ്രകാരം, താതോന്നിഷ്ടപ്രകാരം ആരോടും സമാധാനം പറയേണ്ടതില്ലാത്ത വിധം കന്നുകാലികളെ പോലെ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത് അങ്ങനെ ഭൂമിയിലേക്ക് എപ്പോഴോ ജനിച്ചു വീണ് ഏതോ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും മരിച്ചുപോയി അതോടുകൂടി ഒടുങ്ങുന്ന ഒരു ജീവിതമായിട്ടല്ല പടച്ചവൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഇത് മറന്നു പോകുന്ന ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള പ്രത്യേകമായ സംവിധാനത്തിലൂടെ പടച്ചവനാൽ പരിശീലനം നൽകി അയക്കപ്പെട്ട മഹാന്മാരായ അംബിയ മുർസലുകളിലൂടെ മനുഷ്യരെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പടച്ചവനെ കുറിച്ച്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതിനെ സംബന്ധിച്ച്, അങ്ങനെ ജീവിച്ചു പോയാൽ എത്തിച്ചേരേണ്ട ജീവിതത്തെ സംബന്ധിച്ച്, പാരത്രിക ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് മറിച്ചാണ് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷേ എത്തിച്ചേരുന്നത് അവസാനം പടച്ചവന്റെ ശിക്ഷയിലേക്കായിരിക്കും. അല്ലെ? ആർത്തുല്ലസിച്ച് കളി വിനോദങ്ങളിൽ രമിച്ച് മതിച്ച് തിമിർത്ത് അങ്ങനെയും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ അവരോട് പറയണം, അങ്ങനെയുള്ള ഒരു ജീവിത വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തൽക്കാലം അല്ലാഹ് നിങ്ങളെ ഇവിടെ വെച്ച് തടയാനോ ആ വഴി അതിൽ നിന്നും അള്ളാഹു നിങ്ങളെ വിലക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ നൈമിഷികമായ ജീവിത സുഖ സൗകര്യങ്ങൾക്ക് ശേഷം എത്തിച്ചേരാനുള്ള ശാശ്വതമായ ജീവിതത്തിൽ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് പ്രവാചകരെ അവിടുത്തെ കൊടുത്തേക്കുക എന്ന് പറയുന്നത് ഖുർആൻ. പ്രിയമുള്ളവരെ, അള്ളാഹുമായി നടത്തിയ ആ മനുഷ്യരാശി മൊത്തം നടത്തിയ ആ ഒരു കരാറിന് പുറമെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിനും അന്ത്യദിനത്തിനും അന്ത്യപ്രവാചകരിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയ അഥവാ സ്വർഗത്തിലേക്കുള്ള ആ രാജപാതയിൽ കണ്ണിചേരാൻ അവസരം ലഭിച്ചവരെന്ന നിലക്ക് സത്യവിശ്വാസികൾ പ്രത്യേകമായി പടച്ചവനുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുമായി ഏർപ്പെട്ട കരാറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 112 ആയത്തുകളിൽ ആ കരാറിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിരിക്കുന്നു. ഇന്നല്ലാഹ അശ്തറാ, നിശ്ചയമായും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. ശരി എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യണം. അറബി നാടുകളിലൊക്കെ പോയിട്ട് അറിയാം. അള്ളാഹു പർച്ചേസ് ചെയ്ത് അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും വഅംവാലഹും, അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരമായി നൽകാമെന്ന കരാറിൽ. സത്യവിശ്വാസികളുമായി പടച്ചവൻ ഏർപ്പെട്ട കരാറിനെ കുറിച്ചാണ് സൂറത്ത് തൗബയുടെ 111 ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഈ ഒരു കരാറിന്റെ പൂർത്തീകരണമാകണം ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അല്ലേ? ഇതിപ്പോ എന്തിനാ അല്ലാഹ് വാങ്ങുന്നത്? സത്യവിശ്വാസികളിൽ ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്തും ശരീരവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരമായി നൽകാമെന്ന കരാറിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ ഈ ശരീരം, അല്ലെങ്കിൽ അല്ലാഹ് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സൗകര്യങ്ങൾ, സമ്പത്ത്, അനുഗ്രഹങ്ങൾ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ അള്ളാഹ്ക്ക് വില കൊടുത്തു വാങ്ങേണ്ടതുണ്ടോ? ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി നമുക്ക് നൽകിയതല്ലേ? ശരീരമായാലും സമ്പത്തായാലും ഒക്കെ അവൻ ആഗ്രഹിക്കുമ്പോ ആരുടെയും ഔദാര്യം, ആരുടെയും അനുവാദമോ അഭിപ്രായമോ അന്വേഷിക്കാതെ തിരിച്ചെടുക്കാവുന്ന അനുഗ്രഹങ്ങളല്ലേ? അല്ലെ? നമ്മളിങ്ങനെ സാന്ദർഭികമായി പറയാറുണ്ട്, എന്റെ ശരീരം, അല്ലെ, എന്റെ കൈകാലുകൾ, എന്റെ സമ്പത്ത്, എന്റെ മുതൽ, എന്റെ വീട്, എന്റെ വാഹനം സാങ്കേതികം മാത്രമാണ്. ഈ ലിബറലിസം മനുഷ്യനെ പഠിപ്പിക്കുന്നത് അതാണ്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരമാണ്, അതുകൊണ്ട് എന്റെ ഇഷ്ടമാണ്. മൈ ബോഡി മൈ റൈറ്റ്സ്, എന്റെ ശരീരമാണ്, അതുകൊണ്ട് എന്റെ അവകാശമാണ്, എന്റെ ഇഷ്ടമാണ്. ഇത് ലിബറലിസം മനുഷ്യൻ കേൾക്കാൻ വളരെ സുഖമുള്ള, വളരെ ഏറെ ഇമ്പമുള്ള, ആകർഷകമായ മുദ്രാവാക്യമാണ്. ആരിലും താല്പര്യം ഉയർത്തുന്നതാണ്. ഞാനൊരിക്കൽ തെക്ക് ഭാഗത്ത് കേരളത്തിൽ ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമികമായ ചില കാര്യങ്ങളിൽ അദ്ദേഹവുമായി പങ്കുവച്ചപ്പോ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, എന്റെ കുടുംബത്തോടൊപ്പം സാറ് കുറച്ച് സമയം ഇരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ എന്താ സംഭവം? 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു മകൾക്ക് 28 വയസ്സാണ്, രണ്ടാമത്തെ മകൾക്ക് 26 വയസ്സാണ്, മൂന്നാമത്തെ കുട്ടിയുടെ പ്രായം 23 ആണ്. 3 പേരും ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ മിനിമം PG ഉണ്ട്. 3 പേരും ഹൈലി പ്രൊഫഷണലുകളുമാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന ഉദ്യോഗത്തിലാണ്.
2 കുട്ടികൾ ഇതിനകം തന്നെ ജോലിക്കാരാണ്. 3ാമത്തെ കുട്ടി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3 കുട്ടികളുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. ഗൾഫിൽ കുറെ കാലം ഗവൺമെന്റ് സർവീസിൽ ജോലിക്കാരനായിട്ട്. നല്ല വീടുണ്ട്, 2 നില വീടുണ്ട്, ഹൈവേന്റെ സൈഡിലാണ്. ആ വീടിനും ഹൈവേക്കും ഇടയിൽ 3 നില ബിൽഡിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട്, വാടക വരുമാനമുണ്ട്. വീട്ടിൽ അത്യാവശ്യം നല്ല വില കൂടിയുള്ള കാറുണ്ട്, വാഹനമുണ്ട്. ഒറ്റ നോട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സ് അശാന്തമാണ്, ഉറക്കം കിട്ടുന്നില്ല. 3 കുട്ടികളും വിവാഹത്തിന് സന്നദ്ധരല്ല. അപ്പൊ ഇതാണ് പ്രശ്നം. ഞാൻ ഇസ്ലാമിക കുടുംബജീവിതത്തെ സംബന്ധിച്ചും മക്കളുടെ ഇസ്ലാമിക സംസ്കരണത്തെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വീട്ടുകാരുമായി ഒന്ന് ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ജോലി കഴിഞ്ഞ് വന്നു ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഞങ്ങൾ ഇരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അദ്ദേഹത്തിന്റെ 3 മക്കളുണ്ട്. അങ്ങനെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ സംഗതി മനസ്സിലായി. കാരണം ഈ കുട്ടികളുടെ തലയിൽ ലിബറലിസം. ഞങ്ങളുടെ ഇഷ്ടമല്ലേ വിവാഹം, ഞങ്ങളുടെ ഇഷ്ടമല്ലേ, അത് ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊക്കെ എന്തത്ര മാത്രം പറയാനിരിക്കുന്നു എന്ന ഒരു മനോഭാവത്തിലാണ് അവരുള്ളത്. പക്ഷെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. ഞാൻ മുമ്പ് പലതവണ ഇവിടെ പറയാറുണ്ട്, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചകളില്ലാത്ത വലിയ അപകടം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിയും വിവേകവും എത്തുന്ന ഒരു പ്രായമാകുമ്പോഴേക്കും മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സമയം കഴിയും. ആ പ്രായത്തിൽ പഠിപ്പിക്കാവുന്നതേ മദ്രസയിൽ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ബുദ്ധിയും വികാസം സംഭവിക്കുന്ന തുടർച്ചയിൽ ഈ ദീനി വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യമായി ലഭിക്കേണ്ട അതിന്റെ തുടർച്ചകൾ ലഭിക്കാത്തതിന്റെ ദുരന്തം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളും മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഇസ്ലാം കാര്യങ്ങളും ഇമാം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പിന്നെ ഇവർ പോകുന്നത് സ്കൂളുകളിലേക്കാണ്, പിന്നെ സ്കൂളിൽ നിന്ന് കോളേജിലേക്കാണ്, പിന്നെ ക്യാമ്പസിലേക്കാണ്, പിന്നെ യൂണിവേഴ്സിറ്റിയിലാണ്, അല്ലെ? അവിടെയൊക്കെ ഇവരെ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞ ലിബറലിസവും യുക്തിവാദവും നിരീശ്വരവാദവും അമിതമായ വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ ആകർഷകമാണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, അല്ല മക്കളെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് എങ്ങനെ വന്നത്? നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? നിങ്ങളുടെ ആരുടെയും തീരുമാനപ്രകാരമാണോ? ബാപ്പാടിയും മാടിയും തീരുമാനിച്ചതനുസരിച്ചാണോ? അല്ലല്ലോ. ആര് തീരുമാനിച്ചതാണ്? അത് പഠിച്ചോൻ തീരുമാനിച്ചാണ്. അള്ളാഹുവിന്റെ അതിലൊന്നും അവർക്ക് തർക്കമില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതോ, നമ്മൾ ഇവിടുന്ന് പോകുന്നതോ, അതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അല്ലെ? അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്താണ് നമ്മളിന്ന് പോകുക. അപ്പൊ നമ്മൾ വന്നതും പോകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ തീരുമാനപ്രകാരമല്ല. ഇനി ഈ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതത്തിന്റെ വിഷയത്തിലാണല്ലോ ഇപ്പോ പ്രശ്നം. നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം നമ്മുടേതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉപ്പാക്ക് ബൈപ്പാസ് സർജറി നടത്തേണ്ടി വരുമോ? നിങ്ങളുടെ ഉപ്പാടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം തകരാറിലായത് കൊണ്ടാണല്ലോ വാപ്പാക്ക് ബൈപ്പാസ് സർജറി വേണ്ടി വന്നത്. 2 പേരും കണ്ണടവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും. ഉമ്മയുടെയും ഉപ്പാടി കണ്ണിന്റെ കാഴ്ചശക്തി കുറയണമെന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണോ? എന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിലാണോ അവരുടെ കണ്ണുകൾ? മനുഷ്യൻ ഒരു പ്രായം കഴിയുമ്പോൾ മുടി നരക്കുകയും മുഖം ചുളിയുകയും കൈകാലുകൾ ശോഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? നമ്മൾ തീരുമാനിച്ചിട്ടാണോ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മേൽ നമുക്ക് എത്രമാത്രം അധികാരമുണ്ട്, അവകാശമുണ്ട്? ഇനി നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴേക്കും ട്രീറ്റ്മെന്റിന് പോലും സാധിക്കാത്ത വിധം, എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം, ക്യൂറേറ്റീവ് മെഡിസിൻ ഫലിക്കാത്ത വിധം കേവലം പാലിയേഷൻ മാത്രം സാധ്യമാകുന്ന അവസ്ഥയിൽ പല രോഗങ്ങളും ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെ? എന്ന് പറഞ്ഞാൽ എത്ര വൈദ്യശാസ്ത്രം എത്രമാത്രം വികസിച്ച് വളർന്നിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ആരോഗ്യം എന്നും അപകടത്തിലാണ്. ആന്തരികമായി നമ്മളെ ബാധിക്കുന്ന പല രോഗങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മൾ അനുവദിക്കുമോ? നമ്മുടെ ശരീരം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മൾ അനുവദിക്കുമോ? ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾക്ക് കാര്യപ്പെടുത്താൻ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു നമുക്ക് നൽകിയ ഈ ശരീരത്തെ സംബന്ധിച്ചും പടച്ചവനെ കുറിച്ചുള്ള മനസ്സിലാക്കേണ്ട വിധം, അല്ലെ? അള്ളാഹുവിന്റെ മഹത്വം അറിയേണ്ട വിധം, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ പോയാൽ ഇതുപോലുള്ള പല അപകടങ്ങളിലും മനുഷ്യൻ ചാടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹുവും മനുഷ്യരും വിശ്വാസികളും പടച്ചവനും തമ്മിൽ ഏർപ്പെട്ട കരാറിനെ കുറിച്ച് കൂടി ഞാൻ നിങ്ങളും പഠിക്കണം. സൂറത്ത് തൗബയിൽ ആ കരാറിനെ കുറിച്ച് പറഞ്ഞ തൊട്ടടുത്ത് 112-ാമത്തെ ആയത്തിൽ ആ കരാറിൽ ഏർപ്പെട്ട വിശ്വാസികളുടെ 7 സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ
ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.